വീഡിയോ ഒന്ന് ഓണാക്കുമെങ്കിൽ നല്ലതായിരിക്കും. ദൈവവചനത്തിൽ നിന്ന് നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ചില ചിന്തകളെ ചിന്തിക്കുവാനിടയായി. ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങുകളൊക്കെ നമുക്ക് കൃപയാൽ അനുഗ്രഹമാകുന്നു. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു വലിയ ശുശ്രൂഷ നമ്മളോട് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ കൂട്ടമാണെങ്കിലും വചനത്തിന്റെ വലിയ ദൈവിക മർമ്മങ്ങളെ രാത്രിയിൽ മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ വെളിപ്രദേശത്താണ് നാം കിടക്കുന്നതെങ്കിലും നമ്മെ വെളിപ്രദേശത്ത് നിന്ന് ശ്രേഷ്ഠമായ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വെളിപ്രദേശത്ത് ആർക്കും വേണ്ടാതെ കാറ്റും മഴയും കോളും ഒക്കെ അടിച്ച് കാലഘട്ടങ്ങളായി കിടന്ന ചില പാത്രങ്ങളുണ്ട്. പുതിയ നിയമത്തിനകത്ത് നാം പഠിക്കുമ്പോൾ അനാവിലെ കല്യാണ വീട്ടിനകത്ത് നാളുകളായി പുറം പാത്രമായി കിടന്ന കാലുകൾ കഴുകുവാൻ തക്കവണ്ണം മാത്രം യഹൂദന്മാർ ഉപയോഗിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളായി വെയിലും മഴയും മഞ്ഞും അടിച്ച് ആർക്കും വേണ്ടാതെ അവിടെ കിടന്നിരുന്ന ചില പാത്രങ്ങളെ അതിന്റെ മേൽ ദൈവം പകർന്നത് വലിയ കാര്യമാണെന്നുള്ള കാര്യം ഇന്ന് രാത്രി മറക്കരുത്. ആർക്കും വേണ്ടാതെ കിടന്ന, ആർക്കും ഉപയോഗശൂന്യമായി മാറ്റി തള്ളിക്കളഞ്ഞ പാത്രത്തെ ആ വിളമ്പ് മുറിക്കകത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് നമ്മെ മാനിക്കുവാൻ കഴിയുന്ന ഒരു തമ്പുരാനെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലഘട്ടങ്ങളായി മഞ്ഞും മഴയും വെയിലും അടിച്ച് ആ കിണറിന്റെ വക്കിനകത്ത് അല്ലെങ്കിൽ ആ മുറ്റത്ത് കാലുകൾ കഴുകുവാൻ മാത്രം ഉപയോഗിക്കപ്പെട്ട 6 കൽപാത്രത്തിന്റെ മേൽ യേശു അതിനെ ശുദ്ധീകരിച്ച് അതിന്റെ മേൽ വെള്ളം നിറച്ചപ്പോൾ ആ പാത്രം അനേകർക്ക് വീര്യം പകരുന്ന ഒരു പാത്രമാക്കി തീരുവാൻ തക്കവണ്ണം ഇടയായി. അതിന്റെ സ്ഥാനം മാറി. ആ കിടന്ന ആ സ്ഥലത്ത് നിന്നും അതിനെ ഏറ്റവും ശ്രേഷ്ഠമായ കലവറയിലേക്ക് ആ പാത്രത്തിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒത്തിരി ഭാരത്തോടെ, വേദനയോടെ, പ്രയാസത്തോടെ ഒക്കെ നാം അനുഭവിക്കുന്ന ഈ തകർച്ചകളൊക്കെ ഒരു പരിധിക്കപ്പുറം നമ്മെ പിന്തുടരത്തില്ല. ഇതൊക്കെയും നമ്മളെ മാനിക്കുവാൻ തക്കവണ്ണം ദൈവമൊരുക്കുന്ന ചില പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം ചെയ്യാമെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ ഏൽപ്പിച്ച ദൈവവചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. ഈ വെളും സ്ഥലത്ത് കിടന്ന് അടിക്കുന്ന വെയിലും വേദനകളും നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് അടുത്ത നാളുകൾ ആ കലവറയ്ക്കകത്ത് നിന്ന് നമ്മിൽ ദൈവം പകർന്നിരിക്കുന്ന വീഞ്ഞിനെ പകരപ്പെടുമ്പോൾ അവർ പറയും, ഇത്രയും നാളും ഞങ്ങൾ കേട്ടതല്ല, ഇത്രയും നാള് ഞങ്ങൾ അറിഞ്ഞതല്ല, ഇത്രയും നാളും അറിഞ്ഞതും കേട്ടതും അനുഭവിച്ചതും മുകളിലായി എന്തോ ഒന്ന് നിങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചു എന്ന് പറയുമാറ് ദൈവം നമ്മെ മാനിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല എന്ന് ആത്മാവിന്റെ രാത്രികാലം ദൈവസഭയോട് ആലോചന പറയുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ കഷ്ടതകളും ഈ ദിവസങ്ങളിലെ ഭാരങ്ങളും വേദനകളും ഒക്കെ ഹൃദയത്തിനകത്തു പേറി സ്തോത്രം, താഴോട്ടല്ല നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു നല്ല കർത്താവിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ദൈവം നമ്മെ ധാരാളമായി ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ച ഭാഗം വിശ്വസിക്കുന്ന നാമല്ലോ. ഇബ്രാഹിം ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നാം വായിക്കുമ്പോൾ വായിക്കുന്ന ചിന്ത ഇങ്ങനെയാണ്: വിശ്വസിക്കുന്ന നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. വിശ്വസിക്കുന്ന നാമല്ലോ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു. ഇബ്രാഹിം ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, വിശ്വസിച്ചവനായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ വിശ്വാസം ഏറ്റവും ആവശ്യമാണ്. സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനകത്ത് പ്രത്യേകമായ ചില ദൈവിക മർമ്മങ്ങളെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം ആരെ വിശ്വസിക്കുന്നു എന്നൊരു ചിന്തയാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത്.
അങ്ങനെയെങ്കിൽ നാം ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് നമുക്കറിയാം. നാം വിശ്വസിക്കുന്നത് ദൈവത്തെയാണ്. നാം വിശ്വസിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. അവൻ വീരനായ ദൈവമാണ്. അവൻ എന്നേക്കും ദൈവമാണ്. അവൻ സത്യദൈവമാണ്. അവൻ വിടിയിപ്പാൻ കഴിവുള്ള ദൈവമാണ്. അവൻ ആദ്യനും അന്ത്യവും ഇല്ലാത്ത ദൈവമാണ്. ഈ ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നതെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ ദൈവത്തെയാണ് നാം വിശ്വസിച്ചു തുടങ്ങിയത്. ഈ ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നതും. അങ്ങനെങ്കിൽ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ആ ദൈവത്തിന്റെ ആളത്വത്തെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ദൈവത്വത്തിന്റെ ആളത്വത്തെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ഏകനായ സത്യ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നതെങ്കിലും ദൈവത്തിന് 3 ആളത്വങ്ങളെ കുറിച്ചുള്ള ഒരു വിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം ദൈവത്തിൽ വിശ്വസിക്കണം. നാം ദൈവത്തിൽ വിശ്വസിക്കണം. ഉറപ്പോടെ ദൈവത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ പണിത് ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കിട്ടു. അബ്രഹാം ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം വിളിച്ചിറക്കിയ മനുഷ്യനാണ്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരു നാട്ടിൽ വിഗ്രഹങ്ങളെ വിറ്റ് ഉപജീവനം കഴിയുന്ന ഒരു കുടുംബത്തിൽ നിന്നും ദൈവം വിളിച്ചിറക്കിയ നാൾ മുതൽ ദൈവത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. ആ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ആ വിശ്വാസം അദ്ദേഹത്തിന് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ വായിക്കും. ഇന്ന് രാത്രിയിലും നമ്മുടെ വിശ്വാസം ദൈവം നമുക്ക് നീതിയായി കണക്കിടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലതും വിട്ടിറങ്ങിയ, സകലതും കളഞ്ഞ് ബന്ധുമിത്രാദികളെ, ദേശക്കാരെ, സ്വന്തം ജനത്തെ, ദേശത്തെ, ഹല്ലേലൂയ, പാരമ്പര്യങ്ങളെ, പൗരോഹിത്യങ്ങളെ, ജാതി മേഖലകളെ ഒക്കെ വിട്ട് ഇറങ്ങി തിരിച്ച നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിന്റെ പിൻഗാമികളാണ് എന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രിയിൽ നമ്മുടെ അകത്ത് ശക്തമായി ധ്വനിക്കപ്പെടണം. നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾ ആരിലൂടെ വിശ്വസിക്കണം? ഞാൻ പറഞ്ഞു, ദൈവത്വത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളത്വത്തെ കുറിച്ച് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം വായിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കണം. തന്റെ ഏകജാതനായ പുത്രനിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ പുത്രനിൽ നമ്മൾ വിശ്വസിക്കണം. പുത്രനിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപക്ഷമയും നീതീകരണവും നിത്യതയും ഒക്കെ പുത്രനിലൂടെയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുത്രനിൽ വിശ്വസിക്കണം എന്നുള്ള കാര്യം ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ദൈവവിശ്വാസിക്ക്, ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യത അവകാശമാക്കണമെങ്കിൽ, പാപമോചനം ലഭിക്കണമെങ്കിൽ, നമ്മൾ പുതിയ സൃഷ്ടിയാകണമെങ്കിൽ, നമുക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കണമെങ്കിൽ, നാം ദൈവത്തിന്റെ മക്കളായി തീരണമെങ്കിൽ നമ്മൾ പുത്രനാകുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാൽ നമുക്ക് നിത്യതയ്ക്ക് അവകാശിയാക്കുവാൻ കഴിയത്തില്ല. രാത്രിയിൽ പുറം പാത്രമായി കിടക്കുന്ന നമ്മെ കലവറയ്ക്കകത്ത് ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റണമെങ്കിൽ നാം വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മുടെ പാപത്തിന്റെ പരിഹാരം നമുക്ക് സ്വർഗം അനുവദിച്ചു തന്നത്. ആ പാപത്തിന്റെ പരിഹാരം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് ഇന്ന് പുതിയ നിയമസഭയ്ക്കകത്ത് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയത്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾ പുത്രനിലും വിശ്വസിക്കണം. ഈ പുത്രനിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിലും വിശ്വസിക്കണം. ഇത് മൂന്നും ദൈവമാണ്. ദൈവത്തിന്റെ 3 ആളത്വമാണ്. ഈ ആളത്വം 3ഉം കൂടുന്നതാണ് ദൈവം. മനസ്സിലായവർക്കായി സ്തോത്രം. ഈ 3 ആളത്വം കൂടെ
സംയോജിക്കുന്നതാണ് ഏക സത്യ ദൈവം. ഈ മൂന്നാളത്വം കൂടെ സംയോജിക്കുന്നതാണ് യഥാർത്ഥ ദൈവ വിശ്വാസം എന്ന് നാം ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ ആ ആളത്വത്തിന്റെ പൂർണ്ണതയിൽ നമുക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഹല്ലേലൂയ. രണ്ട് ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു. ഒന്ന്, യേശുവിൽ വിശ്വസിക്കണം. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പുതിയ നിയമത്തിനകത്ത് ആത്മാവിൽ ജനിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. മൂന്നാമത്തെ ചിന്ത, പരിശുദ്ധാത്മാവിൽ നാം വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിൽ നാം വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ തൃത്വത്തിന്റെ അല്ലെ തൃത്വ ആളത്വത്തിന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ഉയർത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഇനി പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ തന്നെ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം എന്ന് ബൈബിളിൽ പറയുന്ന ചില ചിന്തകൾ നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം ബോധിപ്പിച്ചിരുന്നു. പലരും എന്നെ വിളിച്ചു, അവർക്കൊത്തിരി എനിക്ക് മെസ്സേജുകൾ ഇട്ടു തന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണമെന്ന് ബൈബിളിൽ പറയുന്ന ഭാഗമാണ് ഞാൻ നിങ്ങളോട് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം പറഞ്ഞതെങ്കിലും നിങ്ങൾ അതിന്മേൽ അധ്വാനിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത്രത്തോളം നിങ്ങൾ ആ കാര്യങ്ങളെ വളരെ താല്പര്യത്തോട് ഏറ്റെടുത്തത് നിങ്ങളുടെ പഠനത്തിന് നിങ്ങൾ അത്രത്തോളം വില നൽകുന്നു, അല്ലെങ്കിൽ ഇത് പഠിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ ഞാൻ എപ്പോഴും അതിനെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്യം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ജ്ഞാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ വിശ്വാസം. മൂന്നാമത്തെ നമ്മുടെ വിശ്വാസം വെളിപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി ബൈബിൾ വായിച്ചു കാണും, പക്ഷെ ഇങ്ങനൊരു ചിന്ത നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ആകാൻ തക്കവണ്ണം കഴിഞ്ഞില്ലായിരിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ജ്ഞാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ. എന്താണ് വ്യാപരിക്കുന്ന ശക്തി? അത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ്. അത് വെള്ളത്തിന്റെ മേൽ വ്യാപരിച്ചു. പരിവർത്തിച്ചപ്പോൾ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചപ്പോൾ ഭൂമിയിൽ പച്ചിപ്പുകൾ വെളിപ്പെടുവാനിടയായി. അപ്പൊ ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നൊരു ചിന്ത നമുക്ക് അതുമായി കണക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. തൃത്വം അല്ലെങ്കിൽ ആളത്വത്തിന് 3 സ്വഭാവങ്ങളാണുള്ളത്. മറന്നു പോകല്ല, ആളത്വത്തിന് 3 സ്വഭാവങ്ങളാണ്. ഈ ആളത്വം സംയോജിക്കുമ്പോഴാണ് അത് ദൈവിക വിശ്വാസമായി മാറുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്ന് ഇന്ന് രാത്രി എനിക്ക് അറിയത്തില്ല. എങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അല്പം കൂടെ വെളിപ്പെടുത്തി തരുവാൻ എനിക്ക് കഴിയും. ദൈവമക്കളെ, വ്യാപാര ശക്തിയിലുള്ള വിശ്വാസം, വ്യാപാര ശക്തിയിലുള്ള വിശ്വാസം ആണ് പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഇത് വ്യാപരിക്കുന്ന ശക്തിയാണ്. ഒരു വ്യക്തിയെ കരണ്ടടിച്ചാൽ കരണ്ടിൽ അനുഭവിക്കുന്ന ശക്തിയല്ല, ഇത് ഇമോഷനാണ്. വ്യാപാര ശക്തി, ദൈവത്തിന്റെ വ്യാപാര ശക്തി ഇമോഷനാണ്, വികാരപരമായ ശക്തിയാണ്. നമുക്കറിയാം, ഒരാൾക്ക് പാപബോധം ഉണ്ടാകുമ്പോൾ ആ സാന്നിധ്യം അവന്റെ മേൽ ഇറങ്ങുമ്പോൾ, പാപബോധം വരുമ്പോൾ ആ വ്യക്തി കരയും. ഇമോഷനാണ്, അല്ലെങ്കിൽ വികാരങ്ങൾ ഉണ്ടാകും. ഈ ശക്തിയുടെ സാന്നിധ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരമടിച്ചേക്കാം, ചിലപ്പോൾ നമ്മൾ നൃത്തം ചെയ്തേക്കാം, ചിലപ്പോൾ നമ്മൾ സ്വതം താഴെ വീണ് കിടന്നേക്കാം. കരണ്ടടിക്കുന്ന ഒരു ശക്തിയെ അല്ല പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി എന്ന് പറയുന്നത്. ഇത് ഇമോഷനുണ്ട്, വികാരങ്ങളുണ്ട്. നമ്മൾ അന്യഭാഷയിൽ ആ സാന്നിധ്യം ഇറങ്ങുമ്പോൾ
അന്യഭാഷയിൽ നമ്മൾ സംസാരിച്ചേക്കാം. അപ്പൊ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു ശക്തിയിൽ നമ്മൾ എന്ത് ചെയ്തു? വിശ്വസിക്കുന്നത്, അത് വിശ്വസിക്കുന്ന ഒരു അനുഭവത്തെ ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം കഴിയും. വായിക്കുന്നു, അവന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, ഹോളി ട്രിനിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ മൂന്ന് ആളത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥമായ ദൈവിക വിശ്വാസത്തിനകത്ത് നമുക്ക് അടിയുറയ്ക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഒരു ചിന്തയോടെ വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അതിന്റെ 18 മുതൽ വായിച്ചാൽ ഇച്ചിരൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ അവന്റെ ബലത്തിന്റെ വല്ലഭത്തിൽ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. വിശ്വസിക്കുന്ന ഒരു ശക്തി, അത് വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ നാം വിശ്വസിക്കുന്ന ആ ദൈവശക്തിക്ക് അത് വ്യാപരിക്കുവാൻ തക്കവണ്ണം കഴിയും. രാത്രി നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, നാം പുത്രനിൽ വിശ്വസിക്കുന്നു, നാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം ഏൽപ്പിച്ച ആ പ്രവൃത്തിയെ അവന്റെ ശക്തിയുടെ വ്യാപാരത്താൽ അത് സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പൊ ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, നമ്മൾ ഈ ദൈവത്വത്തിന്റെ ആളത്വത്തിൽ വിശ്വസിക്കുമ്പോൾ ആ 3 പിരിവുകളെ നാം ചേർത്ത് വെക്കുന്നതാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്നുള്ള ഒരു ചിന്ത ഇന്ന് രാത്രികാലം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം വിശ്വസിക്കുന്ന ദൈവശക്തി അത് വ്യാപരിക്കപ്പെടുന്നതാണ്. ആ വിശ്വസിക്കുന്ന ദൈവശക്തിക്കകത്തൂടെയാണ് ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കുന്നത് എന്നുള്ള ചിന്ത ഇന്ന് രാത്രികാലം നിങ്ങൾ മറന്നു പോകല്ലോ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്ന് റോമലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ ഇവിടെ വായിക്കുന്നു 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമാകേണ്ടതിന്. ഇന്ന് രാത്രിയിലും ഇതിന്റെ മുമ്പിൽ നാം വന്നിരിക്കുമ്പോൾ നമുക്കറിയാം, നാം വിശ്വസിച്ച ദൈവത്തിന്റെ ശക്തിയിൽ നാം കണ്ട ചില അത്ഭുതങ്ങളുണ്ട്, നാം കണ്ട ചില അടയാളങ്ങളുണ്ട്. നമുക്ക് വിശ്വാസം പകർന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഓരോരുത്തരും ഇതിന്റെ മുമ്പിൽ വന്നിരിക്കുന്നതിന്റെ പുറകിൽ നാം വിശ്വസിച്ച ദൈവത്തിൽ നിന്നും വ്യാപരിച്ച ഒരു ശക്തി നമ്മളെ വിടുവിച്ചത് നമ്മുടെ ജീവിതത്തിനകത്ത് അതും വശീകരണ വാക്കുകൾ കൊണ്ടോ അല്ലെ ജ്ഞാനത്തിന്റെ വാക്കുകൾ കൊണ്ടോ അല്ല, അത് ദൈവശക്തിയാണ്. നമുക്ക് ദൈവത്തെ, അവന്റെ ശക്തിയെ, അവന്റെ മഹത്വത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു ചിന്ത നിങ്ങളുമായി ഇന്ന് രാത്രികാലം ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനങ്ങളായി നാം മാറേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രി പല വിഷയങ്ങൾക്കകത്ത് നിങ്ങൾ ഭാരത്തോടെ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് 3 ആളത്വങ്ങൾ ഉണ്ടെങ്കിൽ ആ ആളത്വത്തിനകത്ത് ദൈവമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് വ്യാപരിക്കുന്ന ശക്തിയാണ്.
വ്യാപരിക്കുന്ന ശക്തിക്ക് ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ശക്തിക്ക് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, വ്യാപരിക്കുന്ന ഒരു ശക്തി ദൈവമാകുന്ന ആ തൃത്വത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ അടങ്ങിയിരിക്കുന്ന ആ ദൈവശക്തിയാണ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം പുറപ്പെടുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. 1, 2, 3, 4 പൂട്ടിനകത്ത് അകപ്പെട്ട പത്രോസിന്റെ ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ കാരാഗ്രഹത്തിന്റെ പൂട്ട് പൊളിച്ച് അവനെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവശക്തിയുണ്ട്. പ്രാർത്ഥിച്ചവരുടെ മുമ്പിൽ അവനെ കൊണ്ടു നിർത്തിയ ഒരു ദൈവശക്തിയുണ്ട്. ഈ ദൈവശക്തിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുകയും നമ്മളെ നയിക്കുന്നതും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. രാത്രി നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവമക്കളെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന കർത്താവാണ്. അവൻ ഇന്നും ജീവിക്കുന്നു നമ്മളിലൂടെ എന്നത് നാം മറക്കരുത്. നമ്മെ വിടുവിപ്പാനും നമ്മെ സഹായിപ്പാനും നമ്മെ നടത്താനും നമ്മെ ശക്തീകരിക്കാനും ഈ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം സേവിക്കുന്ന യഹോവയായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും. അപ്പോൾ തന്നെ നാം യേശുവിൽ വിശ്വസിക്കും. യേശു മുഖാന്തരമാണ് നമുക്ക് ദൈവത്തോട് അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അവന്റെ ശക്തിയാകുന്ന ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനം നടത്തുന്ന പരിശുദ്ധാത്മാവിൽ നമ്മൾ വിശ്വസിക്കും. ഇത് 3 ദൈവമാണ്. ഈ 3 ദൈവവും ഹല്ലേലൂയ ഒന്നാകുന്നതാണ് യഥാർത്ഥമായ ദൈവം. കിട്ടുന്നവർക്കായി സ്തോത്രം. തെറ്റിദ്ധരിക്കപ്പെടല്. ഞാൻ 3 ദൈവങ്ങളായി തിരിക്കുകയല്ല. ഈ 3 ആളത്വം കൂടെ ചേരുന്നതാണ് യഥാർത്ഥമായ സത്യ ഏക. രാത്രി ഈ ദൈവത്തിന് നമ്മെ സഹായിപ്പാൻ കഴിയും. എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ അനേക ദൈവമക്കൾ ഭാരത്തോടെ വേദനയോടെ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും. ഈ രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിക്കകത്തു നിന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ശ്രേഷ്ഠമായ വിടുതലുകളെ ചെയ്യുവാൻ തക്കവണ്ണം ആ ദൈവത്തിന് കഴിയും. അങ്ങനെങ്കിൽ ഭാരത്തോടെ എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ഒരു ചെറിയ ചുരുക്കം ചില വാക്കിൽ പ്രാർത്ഥിച്ച് നിങ്ങളെ ഒന്ന് ആശീർവദിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് ഇറങ്ങി വന്ന നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം ആ ദൈവത്തിന് കഴിയും. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഈ 3 വിശ്വാസം ഞങ്ങൾ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യത്തക്ക നിലയിൽ ഇന്ന് രാത്രി കർത്താവ് എന്നെ കേൾക്കുന്ന പ്രത്യേകിച്ച് രോഗത്തോടെ ഭാരപ്പെടുന്ന ക്ഷീണത്തോട് ആയിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയും ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ഈ കരം ഈ വചനത്തെ ഉറപ്പിക്കത്തക്ക നിലയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കർത്താവെ ഒരു വിഷയത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന പ്രിയ വിഷയാന്റിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്റെ മനസ്സിനകത്ത് തന്റെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന വിഷയത്തിനകത്ത് കർത്താവ് അത് വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. രാജ്യങ്ങൾക്കകത്ത് അതിന്റെ വിടുതലുകൾ സംഭവിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് വ്യാപരിക്കുമെങ്കിൽ തെളിവായും നാളെ പറയത്തക്ക നിലയിൽ കർത്താവിന്റെ കരം ആ കുടുംബത്തിന് വേണ്ടി ചലിക്കപ്പെടുന്നതിനായി സ്തോത്രം. ഇനി ഞാൻ എന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിന്റെ പൊന്നുകരം അവർക്ക് അനുകൂലമായി ചലിക്കപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദത്തിന്റെ മുമ്പിൽ ചെവി ചായ്ച്ച് വളരെ ശ്രദ്ധയോടെ ഇതിനെ ഹൃദയത്തിനകത്ത് ആ ഉള്ളറയിലേക്ക് അയക്കണമേ എന്ന പ്രാർത്ഥനയോടായിരുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ഈ ചിന്ത വലിയൊരു വെളിപ്പാടായി കയറുമ്പോൾ തന്നെ പുറത്ത് വൻ അത്ഭുതങ്ങളും വിടുതലുകളും നടക്കുന്ന വൻകൃപയ്ക്കായി ഞാൻ നന്ദി പറയും. പ്രാർത്ഥിച്ച പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മക്കളെ ബ്ലസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ.